ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 21 മെയ് 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് Q4 റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കും അതുപോലെ തന്നെ നാളെ മാർക്കറ്റ് ഹോളിഡേ ആയതിനാൽ നാളെ Q4 റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കുമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, ശ്രീ സിമെൻറ്റ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CCL, ബിർള സോഫ്റ്റ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൂടാതെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നീ കമ്പനികളുടെ Q4 റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. അമർരാജ ബാറ്ററീസ്, ആംബർ എൻ്റർപ്രൈസസ്, ഡെക്കാൻ ബിയറിംഗ്, ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്, TVS ഇലക്ട്രോണിക്സ്, പഞ്ചാബ് സിന്ധ് ബാങ്ക് എന്നീ കമ്പനികളുടെ Q4 റിസൾട്ടാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ അല്ലെങ്കിൽ നാളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പ്രീവിയസ്ലി Q4 റിസൾട്ട് വന്ന കമ്പനികളുടെ Q4 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. JK ലക്ഷ്മി സിമെൻറ്റിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പ്രോഫിറ്റിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ഹൈക്കായിരുന്നു കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 2020 Q4-ൽ 99.15 കോടി രൂപയുടേതായിരുന്നു. അത് 182.91 കോടിയായി മാറിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 1137 കോടിയിൽ നിന്നും 1424 കോടിയായി മാറിയിട്ടുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി 2020 Q4-ൽ 766 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കൺസോളിഡേറ്റഡ് Q4 റിസൾട്ട് പ്രകാരം കമ്പനി 275 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കുകയാണെങ്കിൽ 1951 കോടിയിൽ നിന്നും 1965 കോടിയായി മാറിയിട്ടുണ്ട്. ടോറൻറ്റ് പവറിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2020 Q4-ൽ ഈ കമ്പനി 273 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കമ്പനി 398 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ 2983 കോടിയിൽ നിന്നും 3083 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ Q4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 2000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയുള്ള ഫണ്ട് റൈസിംഗ് ആയിരിക്കും ഈ കമ്പനി നടത്തുന്നത്. HPCLൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ളൊരു വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2345 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 3018 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ നോക്കുകയാണെങ്കിൽ 77,412 കോടിയിൽ നിന്നും 85,203 കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഹാവൽസിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ളൊരു വർധനവ് കാണാൻ സാധിക്കും. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 177 കോടിയിൽ നിന്നും 302 കോടിയായി മാറുകയും റവന്യൂ 2216 കോടിയിൽ നിന്നും 3331 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മേഘമണി ഓർഗാനിക്സിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. 60 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 36 കോടിയിലേക്ക് ഡിക്ലൈൻ ആവുകയും റവന്യൂ 303 കോടിയിൽ നിന്നും 408 കോടിയായി റവന്യൂ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോസ്മോ ഫിലിംസിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 52.4 കോടിയിൽ നിന്നും 67.1 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ റിലാക്സോയുടെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 97.2% വർധനവോടുകൂടി 102 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിലാക്സോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ നോക്കുകയാണെങ്കിൽ 39% വർദ്ധിച്ച് 748 കോടിയായി മാറിയിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 76% വർദ്ധിച്ച് 87.2 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ 35% വർദ്ധിച്ച് 990 കോടിയായി മാറിയിട്ടുണ്ട്. ഉഷ മാർട്ടിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 74% വർദ്ധിച്ച് 68 കോടിയായിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. റവന്യൂ 26% വർദ്ധിച്ച് 684 കോടിയായി മാറിയിട്ടുണ്ട്. വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ദാൽമിയ ഭാരതിൻ്റെ സബ്സിഡറി കമ്പനിയായ ദാൽമിയ പവർ എന്ന കമ്പനി IEXൻ്റെ 1.34 കോടി ഷെയറുകൾ 363 രൂപ 84 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു. അതുപോലെ തന്നെ മൗറീഷ്യസ് ബേസ്ഡ് പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പായ കോഫ്താൽ മൗറീഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് IEXൻ്റെ 16 ലക്ഷം ഷെയറുകൾ 362 രൂപ 68 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്യുകയും സൊസൈറ്റി ജനറൽ IEXൻ്റെ 22 ലക്ഷം ഷെയറുകൾ 363 രൂപ
പെർ ഷെയർ എന്ന റേറ്റിൽ ബൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡെൻ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിംഗപ്പൂർ ബേസ്ഡ് പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പായ സ്ട്രീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഡെൻ നെറ്റ്വർക്കിൻ്റെ 25 ലക്ഷം ഷെയറുകൾ 44 രൂപ 21 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രമുഖ ഇൻവെസ്റ്ററായ ആശിഷ് രമേശ് ചന്ദ്ര കൊച്ചാലിയ ഗാർവെയർ ഹൈടെക് ഫിലിംസിൻ്റെ 1.28 ലക്ഷം ഷെയറുകൾ 785 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടെക്സ്മോ പൈപ്സ് ആൻഡ് പ്രോഡക്റ്റ് എന്ന കമ്പനിക്ക് ഏകദേശം 48.40 കോടി രൂപയുടെ ഒരു മൾട്ടിപ്പിൾ കോൺട്രാക്റ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത് HDPE പൈപ്സ് എന്ന കമ്പനിയിൽ നിന്നാണ്. ഇതിൻ്റെ എക്സിക്യൂഷൻ പീരീഡായിട്ട് 3 മാസത്തെ ടൈമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ EVS ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UTI മ്യൂച്വൽ ഫണ്ട് EVS ലൈഫ് സയൻസിൻ്റെ 1.52 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി EVS ലൈഫ് സയൻസിൽ UTI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.94% നിന്നും 5.05% മാറിക്കഴിഞ്ഞു. മൈൻഡ്ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൈൻഡ്ട്രീ NXT ഡിജിറ്റൽ ബിസിനസ് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിലെത്തിക്കഴിഞ്ഞു. അതായത് L&T ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള ക്ലൗഡ് ബേസ്ഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാറ്റ്ഫോമും ജനറേറ്റ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നതിനാണ് ഈ 2 കമ്പനികളും അതിൻ്റെ പാർട്ണർഷിപ്പ് ആരംഭിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.